നോമിനേഷന്റെ തലേന്നൊക്കെയൊക്കെ പ്രശ്നമൊക്കെ തീരാറുണ്ട്. അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാവരും രംഗത്ത് വന്നു. നല്ല രീതിയിൽ പ്രചരണവും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ നഗരസഭയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നേരത്തെ ഉദ്ഘാടകന്റെ കാര്യം പറഞ്ഞു. ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറിച്ച് കോഴിക്കോട്ടേക്ക് പോവാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു. 24 വയസ്സുള്ള എന്നെ കൗൺസിലറാക്കിയത് മേയറാക്കിയത് എന്റെ പാർട്ടിയാണ്. എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത്? 24 വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാട്? മത്സരിക്കുകയാണെങ്കിൽ മര്യാദയ്ക്ക് മത്സരിക്കണം. അതല്ലാതെ എതിരാളികളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടല്ല ശൗര്യം കാണിക്കണം. പാർലമെന്റ് ഇലക്ഷനും വോട്ട് ചെയ്തു, അസംബ്ലി ഇലക്ഷനും വോട്ട് ചെയ്തു, കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യാം. അത് എപ്പോഴാണ് ചലഞ്ച് ചെയ്യുന്നത്? സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം. ഇങ്ങനെ ഒരു നാണം കെട്ട ആൾക്കാർ, രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ? ലോക കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം എന്നാണ് വെപ്പ്. പക്ഷേ മുതലാളിത്തത്തിന്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം. വികസനത്തെ പറ്റി പറയുമ്പോൾ ഒറ്റ കാര്യമാണ്. നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെ കുറിച്ച്. ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, ശിവകുമാർ ആരോഗ്യമന്ത്രിയും, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഞാൻ MLA ആയിരുന്നപ്പോ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ച് UDF സർക്കാരിന്റെ കാലത്തല്ലേ. ഇവിടെ ചില സഖാക്കൾ പറഞ്ഞാൽ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജ് അല്ല, ഏത് വിവരദോഷി പ്രസംഗിക്കുന്നതാണ്. മെഡിക്കൽ കൗൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് ആവൂ. അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൗൺസിൽ 100 സീറ്റ് സെലക്ഷൻ ആക്കിയതിന് ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി? ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെങ്കിലും നന്നായിട്ട് രോഗികളെ നോക്കാൻ അവസരം ഉണ്ടാവുമായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഓരോ ദിവസം നടക്കുന്നത്? ഞങ്ങൾ ഈ യാതൊരു ദിവസം കരിക്കാരന് പുറപ്പെടുമ്പോഴാണ് ശിവപ്രിയ എന്ന വീട്ടമ്മ പ്രസവത്തിൽ ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോകും. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതിന്റെ പേരിൽ ആ പാവം ഇൻഫെക്ഷൻ വന്ന് മരിച്ചു. ഞങ്ങൾ 48 മണിക്കൂർ മാത്രം പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞ് വളർന്നു വലുതാവുമ്പോ എന്റെ അച്ഛനെവിടെയും എന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാൻ കഴിയും വീട്ടുകാർക്ക്? അതിന് ഉത്തരവാദി ആരാ? ഈ സർക്കാരും ഈ ഭരണസമിതിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ മാറ്റുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഈ നഗരസഭയിൽ ഉണ്ടാവുന്ന മാറ്റം. മാത്രമല്ല, സംസ്ഥാനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വർണം വെക്കുമ്പോ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയതാണ് ഇവര്. ഈനാം വെച്ചിക്ക് ബലപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ സ്വർണം കെക്കുന്നവർക്ക് പറ്റിയ കൂട്ട് തന്നെയാണ് ഈ നഗരസഭയിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറയുന്നത്. പിന്നെ ഈ കൗൺസിലൊരു മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഒരു തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ. 1ാം വാർഡിലെ കൗൺസിലർ, കഴക്കൂട്ടം കൗൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിനാ ജോലി കൊടുത്തിട്ടുണ്ട്. നിലവിൽ കൗൺസിലറാണ്. ആ കൗൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിന് ജോലി കൊടുത്ത ഭരണകൂടം. അപ്പൊ ഇനി ആർക്കും തൊഴിൽ കൊടുത്തില്ല എന്നാളെ പരാതി പറയരുത്. കൗൺസിലർക്ക് തന്നെ ജോലി കൊടുത്തു. ഇങ്ങനെ നാളെ ഭാഷയിൽ ഇങ്ങനെ നാറിയ ഭരണം ഉണ്ടായി. പിന്നെ ഇന്നലെ ഒരു CPM നേതാവ് പറഞ്ഞത് അവരെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞവരൊക്കെ പുറത്താക്കുമല്ലോ. ഒരു ഡീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, കടകംപള്ളിയും BJP ആയിട്ടുള്ള ഡീല്. പക്ഷെ അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ കിണ്ടി വാസു, സ്വർണം മുതൽ കിണ്ടി വരെ അടിച്ചു മാറ്റിയ ആളാ ശബരിമലയിൽ. അദ്ദേഹം സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ എന്നാണ് കടകംപള്ളി പറഞ്ഞത്. എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, വാസു സത്യസന്ധനല്ല കള്ളനായിരുന്നു എന്ന് പറഞ്ഞാൽ വാസു തിരിച്ചു പറയും കത്തയുടെ പകുതി താനല്ലേ കൊണ്ടുപോയതെന്ന്. അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയായി ജയിലിൽ കിടക്കുന്ന കിണ്ടി വാസു
ഹരിചന്ദ്രനാണ് എന്ന് കടകംപള്ളി പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഭരണം എന്താ അറിയും? ഈ കോർപ്പറേഷനില് PMC ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPയും സംസ്ഥാനം ഭരിക്കുന്ന CPM. ഇപ്പൊ ഇന്നലെ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞതെന്താ, PMCയിൽ ഒപ്പുവെച്ചുകൊണ്ട് കുറെ കിട്ടേണ്ടതായിരുന്നു, കിട്ടാത്തതിന് നാളെ ആരും എന്നോട് കണക്ക് ചോദിക്കണ്ട. അപ്പൊ വിനോദ് വിശ്വത്തിന്റെ അത് തിരിച്ച് ഇത് PMCയിലെ മാത്രമല്ല അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഇവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളിൽ 2 or 3 ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥികളുണ്ട്. ജനതാദൾ എസിന്റെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നവര്. ആ ചിഹ്നം കർണാടകത്തിൽ ആരുടെ കൂടെയാ? ഞാൻ ചോദിക്കേണ്ട സഹാക്കളോട്, കട്ടയേന്ത്യ കർഷക സ്ത്രീ എന്ന നിങ്ങളുടെ ചിഹ്നം കർണാടകത്തിൽ BJPന്റെ കൂടെയല്ലേ നിൽക്കുന്നത്? എന്നിട്ട് ഇവര് പറഞ്ഞെന്താ ആദ്യം? ഞങ്ങള് പാർട്ടി വിടാൻ പോവാൻ കേന്ദ്രമായിട്ട് ബന്ധം വിച്ഛേദിച്ചു. വിച്ഛേദിച്ച അതിനെ ചിഹ്നം കിട്ടുക? വിച്ഛേദിച്ചാൽ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴാ പാർട്ടി തന്നെ JDS തന്നെ. ഈ കഷ്ടം തോന്നുന്ന നമ്മുടെ RJDക്കാരെയാണ്. നമ്മുടെ കൂടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞിരുന്ന എന്താ അപ്രത്യാടി. ഇപ്പൊ എന്തായി സ്ഥിതി? എസിന് കിട്ടിയ ജനതാദൾ എസിന് കിട്ടിയ സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ? ഇപ്പോഴും തർക്കം കാരണം തീർന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഭരണമാറ്റം എന്നത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ BJPയുടെ കാര്യമാണ്. BJPയുടെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ആരും വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ആരും പേര് ഞാൻ പറയുന്നത് IPS ആണല്ലോ. DGP ആയിരുന്ന കാലത്ത് മുറിയിൽ കയറി എല്ലാരും ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള ആള് മേയറാക്കിയാൽ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കണോ? മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയെ ആചാരങ്ങളെ പ്രത്യേകിച്ച് കുത്തിയോട്ടത്തിനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ട ആളാ. ഞാൻ BJPക്കാരെ ചോദിക്കട്ടെ, നിങ്ങളല്ലേ ഹിന്ദുമതത്തിന്റെ ഹോൾസെയിൽ എടുത്തിട്ടുള്ളേ? എന്നാൽ നിങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ആറ്റുകാൽ അമ്പലത്തിലെ കുത്തിയോട്ടത്തിന് തള്ളി പറഞ്ഞ ആ നിലപാട് മാറിയിട്ടുണ്ടോ? പിന്നെ അവര് പറയാണ് തെരുവ് നായ്ക്കളെ കൊല്ലാൻ പാടില്ല, പിന്നെ ഉമ്മ വയ്ക്കണം. നമ്മുടെ കുട്ടികളെയൊക്കെ കടിച്ചു കീറാൻ വരുന്ന തെരുവ് നായ്ക്കളെ കൊല്ലണ്ട, സംരക്ഷിക്കണം. തേ പിടിച്ച നായ്ക്കളെ പിന്നെ തല്ലി കൊല്ലുക എന്നുള്ളതല്ലേ എന്റെ ശാസ്ത്രം. അപ്പൊ അതുപോലെ CPMന്റെ മേയർ സ്ഥാനാർത്ഥി SP ദീപക്, അദ്ദേഹമാണ് 266 ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാരെ തള്ളിപ്പറഞ്ഞ് പോസ്റ്റിട്ട് അവരെ അപമാനിച്ച അദ്ദേഹമാണ് CPMന്റെ മേയർ സ്ഥാനാർത്ഥി. ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ രണ്ടുപേരും കൗൺസിലർമാരായാലല്ലേ മേയർമാരാവൂ? രണ്ടുപേരെ അവിടെ തന്നെ തോൽപ്പിക്കും. കാരണം ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, 3 ആശാ വർക്കർമാരെയാണ് എന്റെ മുമ്പിൽ രാജി ഉൾപ്പെടെ 3 ആശാ വർക്കർമാരെയാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. അത് പിണറായി വിജയന്റെ കരണക്കുറ്റിക്ക് ജനങ്ങൾ നൽകുന്ന ഒരു അടിയായിരിക്കും ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോകേണ്ടവർക്ക് പോകണം എന്നുള്ളത് കൊണ്ട് മറ്റു ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഈ യാത്ര വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജാഥയ്ക്ക് നേതൃത്വം നൽകാൻ സഹായിച്ച എല്ലാവരോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ്. കൈമനം പ്രഭാകരനും ജോൺ ജേഷസ് ഒക്കെ ഇതിന്റെ മുഖ്യ സംഘാടകരാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രീ ശക്തന്റെ നേതൃത്വം, അതുപോലെ തന്നെ ശ്രീ ശബരിനാഥ് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ്, ശരശ്ചന്ദ്ര പ്രസാദ്, അതുപോലെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹകരണം, സേവാദളുടെ സഹായ സഹകരണങ്ങൾ, അഡ്വാൻസ് പ്രാസംഗികരായിട്ടുള്ള KS ഗോപകുമാറിനെ പോലുള്ള നേതാക്കന്മാരുടെ സേവനങ്ങൾ എല്ലാവരോടും, അതുപോലെ തന്നെ കോർ കമ്മിറ്റി ചെയർമാൻമാരുണ്ട് ഈ 4 നിയോജക മണ്ഡലങ്ങളിൽ. കഴക്കൂട്ടത്തിൽ ശ്രീ സുദർശനൻ, തിരുവനന്തപുരത്ത് ശ്രീ കമ്പറനാരായണൻ, വട്ടിയൂർക്കാവിലെ GS ബാബു, നേമത്ത് ശ്രീ മണക്കാട് സുരേഷ്, കോവളത്ത് പിന്നെ എല്ലാം MLA തന്നെ ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് എല്ലാത്തിനും വടിക നേതൃത്വം നൽകിയത്. എല്ലായിടത്തും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായി. മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയാണ്. മാധ്യമങ്ങളൊക്കെ ഇതിന് നല്ല പ്രചരണം തന്നു. അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ ഇനി ഫീൽഡിലേക്ക് പോവുക. ഇനി നിങ്ങൾ അധികം താമസിപ്പിക്കുന്നില്ല. നിങ്ങളിങ്ങനെ സമയം നോക്കുന്നുണ്ട്, കാരണം വാർഡിൽ ഇറങ്ങേണ്ട നേരമാണ് എന്നറിയാം. അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇനി നിങ്ങൾ ഇവിടെ വരുന്നത് കൗൺസിലർമാരായിട്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ
എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഇവിടെ ഘടകകക്ഷിയുടെ നേതാക്കന്മാരുണ്ട്. ശ്രീ ഭീമാപ്പള്ളി റഷീദുണ്ട്, ശ്രീ സാജു ഉണ്ട്, അതുപോലെ തന്നെ ശ്രീ പ്രസന്നകുമാറുണ്ട്. അതെല്ലാം ശ്രീ ഫോറൽ ബ്ലോക്കിന്റെ ശ്രീ ദേവരാജൻ ഒരു ദിവസം ഞങ്ങളുടെ യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇവരോടൊക്കെയുള്ള നന്ദി പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.